Hi everyone, welcome to Krish Talks. കലൈഡോസ്കോപ്പിലെ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഗെറ്റിംഗ് അപ്പോൺ കോൾഡ് മോർണിംഗ്. എഴുതിയിരിക്കുന്നത് ലേ ഹണ്ട്. അപ്പോൾ ഈ ഒരു പാഠഭാഗം വരുന്നത് നമ്മുടെ അവസാനത്തെ 4ാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള പ്രോസ് ആൻഡ് സ്പീച്ച് എന്ന മൊഡ്യൂളിലെ ആദ്യത്തെ പാഠഭാഗമാണ്. അതിന് നമുക്ക് ആകെ 2 പാഠഭാഗങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇനി ഒരെണ്ണം കൂടിയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കലൈഡോസ്കോപ്പ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിന് മുൻപുള്ള പാഠഭാഗങ്ങൾ കാണാനായിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടു നോക്കാം. നോട്ട്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ സ്ക്രീനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ലെക്ചർ നോട്ടൊക്കെ എഴുതി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ കൃത്യമായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഇതൊരു എസ്സേ ആണ്. ഇപ്പം നമ്മൾ 4ാമത്തെ മൊഡ്യൂൾ പ്രോസ് ആൻഡ് സ്പീച്ച് ആണല്ലോ. അപ്പോൾ ഇതിൽ എസ്സേ ആണ് നമ്മൾ ഇപ്പോൾ പഠിക്കാനുള്ള ഒരു പാഠഭാഗം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, പക്ഷേ കൃത്യമായിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ടതുണ്ട്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇതിൽ വരുന്നുണ്ട്, ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിലേക്ക് കിടക്കാണ്. ഗെറ്റിംഗ് അപ്പോൺ കോൾഡ് മോർണിംഗ്, ലേ ഹണ്ട്. നമുക്ക് ആദ്യം റൈറ്ററിനെ കുറിച്ച് നോക്കാം. ലേ ഹണ്ട് ഒരു പോയിറ്റും ക്രിട്ടിക്കും എസ്സേയിസ്റ്റും എഡിറ്ററൊക്കെയാണ്. ഹി വാസ് എ കണ്ടംപററി ഓഫ് ചാൾസ് ലാം ആൻഡ് വില്യം ഹാസ്ലിറ്റ്. ഹി റോട്ട് എസ്സേസ് ഓൺ ഡിഫറെൻറ്റ് ടോപ്പിക്സ്. അപ്പം വ്യത്യസ്തമായ പലതരത്തിലുള്ള ടോപ്പിക്കുകളിൽ എസ്സേ എഴുതുന്ന കൂടുതലും ഹ്യൂമറസ് ആയിട്ടുള്ള രീതിക്കാണ് എസ്സേകളൊക്കെ എഴുതുന്നത് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ള എസ്സേ ആയാലും കുറച്ച് കോമിക് എലമെൻസോട് കൂടിയിട്ട് ഒരു ഫണ്ണായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞ് തീർക്കുന്നത്. ഇനി നമുക്ക് എസ്സേനെ കുറിച്ചൊന്ന് നോക്കാം. ആദ്യം ഞാൻ ടെക്സ്റ്റ് ബുക്കിന് കൊടുത്തിരിക്കുന്ന എല്ലാ ലൈൻസും പക്കയായിട്ട് കോപ്പി ചെയ്തിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ള രീതിക്ക് പോയിന്റ് വൈസ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റെഡിൽ കൊടുത്തുകൊണ്ടൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എസ്സേനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് എസ്സേയുടെ സമ്മറി നോക്കാം, ദെൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. അപ്പോൾ എസ്സേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗെറ്റിംഗ് അപ്പോൺ കോൾഡ് മോർണിംഗ് എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് എസ്സേ ആണ്. ഡിസ്ക്രിപ്റ്റീവ് എസ്സേ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനെ നമ്മൾ ഉദാഹരണങ്ങൾ സഹിതം എക്സാമ്പിൾസ് ഒക്കെ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്ന എസ്സേകളെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാഠഭാഗവും അതേപോലെ തന്നെ ഉദാഹരണങ്ങളൊക്കെ കൊടുത്ത് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് വളരെ വിശദീകരിച്ച് എഴുതിയിരിക്കുന്ന ഒരു എസ്സേ ആണ്. ദാറ്റ് ഫസ്റ്റ് അപ്പിയർഡ് ഇൻ ദി ഇൻഡിക്കേറ്റർ ഡ്യൂറിങ് 1819-21. ഈ ഒരു കാലഘട്ടത്തിൽ ഇൻഡിക്കേറ്ററിൽ അപ്പിയർ ആയ ഒരു എസ്സേ ആണ്, ഡിസ്ക്രിപ്റ്റീവ് എസ്സേ ആണ് ഗെറ്റിംഗ് അപ്പോൺ കോൾഡ് മോർണിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ വരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്യുക. ഇൻട്രോ ലൈൻ ഒക്കെ ആക്കാനായിട്ട് പറ്റിയ ഒരു വരിയാണ് കേട്ടോ. ഇനി അടുത്തത്, ഇൻ ദ എസ്സേ ഹണ്ട് ഡീൽസ് വിത്ത് എക്സ്പീരിയൻസ് ഓഫ് വൺസ് റിലക്റ്റൻസ് ടു ഗെറ്റ് അപ്പ് ഓൺ കോൾഡ് മോർണിംഗ്സ്. അതായത് ഇപ്പോൾ ഒരു സമയം നമുക്ക് എടുക്കാം. അതായത് ഇപ്പോൾ എന്ന് പറയുമ്പം ഇനി കുറേ നാൾ കഴിഞ്ഞ് വീഡിയോ കാണുന്നവരാണെങ്കിൽ തണുപ്പുള്ള നല്ല സമയം, മഴയൊക്കെ പെയ്ത് അല്ലെങ്കിൽ മഞ്ഞൊക്കെയുള്ള ഒരു പ്രഭാതം, ഏറ്റവും രാവിലെ, ഈ രാവിലെ സമയത്ത് ഉറക്കം എഴുന്നേൽക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മടിയുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലെ അമ്മമാരും അച്ഛന്മാരൊക്കെ ജോലിക്ക് പോകുന്നവരൊക്കെ എഴുന്നേൽക്കുന്നത് അവർക്ക് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ കിച്ചണിൽ എണീറ്റ് പണികൾ എടുക്കണം, ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണം. അതുകൊണ്ടൊക്കെയാണ് അവർ നേരത്തെ എണീക്കുന്നത്. അവർക്കും ഇഷ്ടമുണ്ടായിട്ടാവണമെന്നില്ല, പക്ഷെ നേരത്തെ എണീക്കണം. അത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കോളേജിൽ പോകുന്നതിനൊക്കെ മുമ്പ് നമുക്ക് ഭയങ്കര മടിയാണ്. രാവിലെ തണുപ്പ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ആ ഒരു എസ്സേ ആണ്, ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഹണ്ട് എന്ന് കൊടുത്തിട്ടുള്ളത് നമ്മുടെ റൈറ്ററിന്റെ ഷോർട്ട് നെയിം ആണ്. ലേ ഹണ്ട് എന്നുള്ളത് ചുരുക്കി ഹണ്ട് എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ രാവിലെ മൂടി പുതച്ച് നമ്മൾ കിടന്നുറങ്ങും. തണുപ്പുള്ള രാവിലേക്കാണെങ്കിൽ നമുക്ക് എണീക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതിനെ ആ ഒരു മടിയെ എന്താ പറയുക, നല്ല കാര്യമാക്കിക്കൊണ്ടാണ് ഇതിൽ പറയുന്നത്. കുഴപ്പമില്ല, നമ്മൾ രാവിലെ നേരം വൈകിയൊക്കെ എണീറ്റാൽ മതി, അങ്ങനെയുള്ള രീതിക്ക് ന്യായീകരിക്കുകയാണ് നമ്മുടെ റൈറ്റർ ഇവിടെ. ഓൺലി ഗെറ്റ്സ് അപ്പ് ഓൺ കമ്പൽഷൻ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു കമ്പൽഷൻ ഉണ്ട്. അതായത് കമ്പൽഷൻ മീൻസ് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്ത് തീർക്കാൻ, നിർബന്ധമായിട്ടും ചെയ്ത് തീർക്കാൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ മിക്കവരും തണുപ്പുള്ള പ്രഭാതങ്ങളിൽ നേരത്തെ എണീക്കുന്നത്. ഇപ്പം ജോലിക്ക് പോകാനോ പഠിക്കാൻ പോകാനോ വീട്ടിലെന്തെങ്കിലും വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനോ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് രാവിലെ തണുപ്പുള്ള പ്രഭാതത്തിൽ നേരത്തെ എണീക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരാളും നേരത്തെ തണുപ്പുള്ള ദിവസങ്ങളിൽ എണീക്കില്ല, നേരം വൈകിയാണ് എഴുന്നേൽക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. Okay, then next point, he compares this torture to harpy-footed fairies pulling out lost souls from fire and thrusting them into ice.
അതായത് നമ്മളിപ്പോൾ രാവിലെ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത്, രാവിലെയൊക്കെ എണീക്കുന്നതിന് മുന്നേ നമ്മൾ പുതപ്പൊക്കെ മൂടി, ഒരു ചൂടുണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ. പുറത്ത് നല്ല തണുപ്പാണെങ്കിലും നമ്മൾ പുതപ്പൊക്കെ മൂടി കട്ടിലുമ്മ കിടക്കുന്നത് കൊണ്ട്, ബെഡിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ചൂടുണ്ടായിരിക്കും ഇല്ലേ? പക്ഷെ നമുക്ക് എണീക്കേണ്ടി വരികയാണ്, എന്തെങ്കിലും കോളേജിൽ പോകുന്നത് കൊണ്ടോ ജോലിക്ക് പോകുന്നത് കൊണ്ടോ നമ്മൾ എഴുന്നേൽക്കാണ്. അങ്ങനെ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുതപ്പൊക്കെ മാറ്റി ബ്ലാങ്കറ്റൊക്കെ മാറ്റി നമ്മൾ എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു തണുപ്പ് അനുഭവപ്പെടും ഇല്ലേ? അപ്പം ഈ ഒരു സിറ്റുവേഷനെ കമ്പയർ ചെയ്യുന്നത് എന്തായിട്ടാണ് നോക്കിയേ? ഹാർപ്പി ഫൂട്ടഡ് ഫെയറീസ് ആയിട്ടാണ്. ഞാൻ ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളതിനെയാണ് ഹാർപ്പി ഫൂട്ടഡ് ഫെയറീസ് എന്ന് പറയുക. അതായത് പകുതി ബേർഡിന്റെ ശരീരവും പകുതി ഹ്യൂമൻ ശരീരവുമായിട്ടുള്ള ഒരു ക്രീച്ചറിനെയാണ് നമ്മൾ എന്താ പറയുക, ഹാർപ്പി ഫൂട്ടഡ് ഫെയറീസ് എന്ന് പറയാം. അപ്പോൾ ഇത് സാങ്കല്പികമായിട്ടുള്ളൊരു കഥാപാത്രം. അപ്പം ഈ ഒരു ഹാർപ്പി ഫൂട്ടഡ് ഫെയറീസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, നരകത്തിലൊക്കെ ഇപ്പൊ ദുരാത്മാക്കളെയൊക്കെ നരകത്തിൽ വിടും എന്നാണല്ലോ നമ്മൾ കേട്ടിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം അങ്ങനെയാണല്ലോ. അപ്പൊ ഈ നരകത്തില് ദുരാത്മാക്കൾ തീയിൽ ഇങ്ങനെ വെന്തുരുകുന്ന സമയത്ത് അവരുടെ ആ ഒരു ആത്മാവിനെ എടുത്ത്, ആ ഒരു തീയിൽ നിന്ന് എടുത്ത് ഐസിലേക്ക് ഇടും എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇടുന്ന ഒരു ക്രീച്ചറാണ് ഹാപ്പി ഫൂട്ടഡ് ഫെയറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഹാപ്പി ഫൂട്ടഡ് ഫെയറീസിന്റെ ഇതിൽ പറയുന്നത് അത്രയും ചൂടുള്ളതിൽ വെന്തുരുകുന്ന ഒരാളുടെ ആത്മാവിനെ ഐസിലേക്ക് എടുത്ത് എറിയുമ്പോൾ അത് ആ ചൂടിനേക്കാളും കൂടുതൽ ഡബിൾ ആയിട്ട് ആളെ വേദനിപ്പിക്കും, ആ ഒരു ആത്മാവിനെ വേദനിപ്പിക്കും ഐസിലേക്ക് വിടുമ്പോൾ എന്നാണ് പറയുന്നത്. അപ്പൊ കൂടുതലായിട്ട് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചൂടിൽ നിന്നും ഐസിലേക്ക് എടുത്തിടുന്നത്. അപ്പൊ അതേപോലെയാണ് നമ്മൾ ആ ഒരു വാമൊക്കെ കിട്ടി കുറച്ച് ചൂടൊക്കെ ആയിട്ട് നമ്മൾ ബ്ലാങ്കറ്റിനടിയിൽ മൂടി പതിച്ച് കിടന്നിട്ട് പിന്നീട് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് അതുപോലെയാണ്, ആ ഒരു ഫീലാണ് എന്നാ പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വരുന്നുണ്ട്. ഇനി അടുത്തത്, ദ റൈറ്റർ സ്പീക്സ് അബൌട്ട് ദി സിന്നിങ് ഓഫ് ആദം ആൻഡ് ഈവ് ആസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്. ആദം ആൻഡ് ഈവ് എന്ന് പറയുമ്പം ആദം ആൻഡ് ഹവ്വയുടെ കാര്യം പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ അനുഭവിക്കുന്ന കൊടും തണുപ്പൊക്കെ ഉണ്ടല്ലോ, അത് അന്നത്തെ കാലത്ത് ആദവും ഹവ്വയും ദൈവത്തിന്റെ അടുത്ത് ഒരു പാപം ചെയ്തില്ലേ? അവർ ദൈവം ഭക്ഷിക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പഴം അവർ കഴിച്ചു അല്ലെ? അതിന്റെ ശിക്ഷ എന്നോണമാണ് അവരെ ദൈവം എന്താ പറയാ നമ്മുടെ ഭൂമിയിലേക്ക് അയക്കുന്നത്. അപ്പൊ അവർക്ക് കൊടുത്തൊരു ശിക്ഷയായിരുന്നു അത്. അപ്പൊ അവർ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് ആ ശിക്ഷ ലഭിച്ചത്. അപ്പൊ പറയാണ്, നമ്മുടെ റൈറ്റർ പറയാണ്, അവർ ആ ഒരു പാപം അന്ന് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇപ്പൊ ഇത്രയും തണുപ്പ് അനുഭവിക്കേണ്ടി വരുന്നത്. അവർ ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്രയും കൊടും തണുപ്പൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അല്ലാതെ അവർ ഈ പാപം ചെയ്യുന്നതിന് മുന്നൊന്നും നമുക്ക് ഇത്ര തണുപ്പൊന്നും നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. അപ്പോൾ ആദത്തിന്റെയും അവയുടെയും കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പം അതും ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഞാൻ റെഡിൽ കൊടുത്തതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ജസ്റ്റ് എഴുതിയേ ഉള്ളൂ. ബിഫോർ ദെയർ സിൻ ദെയർ വർ നോ സ്നോയി വിന്റേഴ്സ്. അപ്പോൾ അവർ ഈ ഒരു പാപം സിൻ മീൻസ് പാപം ചെയ്യുന്നതിന് മുന്ന് ഇത്തരത്തിലുള്ള കൊടും തണുപ്പൊന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ദ എസ്സേസ് ടോൺ ഈസ് ഹ്യൂമറസ്. നമ്മുടെ ഈ ഒരു എസ്സേ എഴുതിയിരിക്കുന്നത് വളരെ ഹ്യൂമറസ് ആയിട്ടാണ്, തമാശ രീതിക്കാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ എന്താണ്, ഒരു മിനിറ്റ്, അപ്പോൾ വളരെ തമാശയോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എഴുതിയിരിക്കുന്നത്. ബട്ട് ദ ലാംഗ്വേജ് ഈസ് എ ബിറ്റ് ഡിഫിക്കൽട്ട് ടു ഫോളോ ഡ്യൂ ടു ദി ലോങ് അൺഈവൻ കോംപ്ലക്സ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് സെന്റൻസ്. പക്ഷേ നമുക്ക് വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസുകളാണ് ഈ എസ്സേയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ കുറച്ച് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പോയിന്റ് വൈസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെന്റൻസിലാണ് എഴുതിയിരിക്കുന്നത്. Then nonetheless the essay is enjoyable as it describes how Hunt favors and rationalizes his reluctance to get out of the bed on cold morning. അപ്പം ഇത് വളരെ രസകരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് വായിക്കാവുന്ന രീതിക്കാണ് എഴുതിയിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ റൈറ്റർക്ക് രാവിലെ നേരത്തെ എഴുന്നേക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അപ്പം അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇതിൽ എഴുതുന്നുണ്ട്. സോ നമ്മുടെ ഈ ഒരു എസ്സേയുടെ തീം എന്ന് പറയുന്നത് റിലക്റ്റൻസ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ഓൺ എ കോൾഡ് മോർണിംഗ്. രാവിലെ നേരത്തെ ബെഡിൽ നിന്ന് എഴുന്നേക്കാനുള്ള നമ്മുടെ ആ ഒരു മടി, ചടപ്പിനെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എസ്സേയുടെ സമ്മറി നോക്കാം കേട്ടോ. ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി എസ്സേ, നമ്മൾ ഇപ്പം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നേ ഉള്ളൂ. ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി എസ്സേ, ഹണ്ട് ടോക്സ് അബൌട്ട് ദി ഹെല്ലിഷ് ടോർച്ചർ ദാറ്റ് വൺ എക്സ്പീരിയൻസസ് ഓൺ ഗെറ്റിംഗ് അപ്പോൺ കോൾഡ് മോർണിംഗ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് ഒരു ഹെല്ലിഷ് ടോർച്ചറാണ് പറയുന്നത്. എന്താ ഹെല്ലിഷ് ടോർച്ചർ? നരകതുല്യമായിട്ടുള്ള നരകയാതന എന്നൊക്കെ നമുക്ക് പറയാൻ വേണമെങ്കിൽ അത് അത്രയും എന്താ പറയുക, മോശമായിട്ടുള്ളൊരു ടോർച്ചറിങ് ആയിട്ടാണ് ഇതിനെ പറയുന്നത്. നരകയാതന എന്നാണ് പറയുന്നത് കേട്ടോ, നരകയാതന.
ഓക്കെ, അപ്പം അത്രയും ബുദ്ധിമുട്ടേറിയ ഒന്നായിട്ടാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. അക്കോർഡിംഗ് ടു ഹിം, എവ്രി വൺ നോസ് ദാറ്റ് ഇറ്റ്സ് പ്ലസന്റ് ടു ലൈ ഇൻ ബെഡ് ഓൺ കോൾഡ് മോർണിംഗ്. നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് തണുപ്പുള്ള പ്രഭാതങ്ങളിൽ കിടക്കുക എന്ന് പറയുന്നത്. ആൻഡ് നോ വൺ വോണ്ട്സ് ടു ഗെറ്റ് അപ്പ് അറ്റ് സച്ച് എൻ ഏർലി ടൈം. പുലർച്ചെ ഇപ്പം ഈ ഒരു തണുപ്പും മഴയും ഒക്കെയുള്ള സമയത്ത്, അല്ലെങ്കിൽ വിന്റർ സീസണിലൊക്കെ എന്താ പറയുക, ഒരു 5 മണിക്കൊക്കെ എനിക്ക് 4 മണി 3 മണിക്കൊക്കെ ആരെങ്കിലുമൊക്കെ എണീക്കോ, ബുദ്ധിമുട്ടാണ് എണീക്കാൻ. പക്ഷെ പലരും ജോലി കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ എണീക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ പൊതുവെ മടിയാണ് നമുക്ക് ആ ഒരു സമയത്ത്. ബട്ട് വൺ ഗെറ്റ്സ് അപ്പ് ഓൺലി ഡ്യൂ ടു കമ്പൽഷൻ. പക്ഷെ അങ്ങനെ രാവിലെ ഈ തണുപ്പുള്ള സമയത്തും നിങ്ങൾ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അതൊരു കമ്പൽഷൻ ഉള്ളത് കൊണ്ടാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ എഴുന്നേൽക്കുന്നത്. ഹണ്ട് ഡീൽസ് വിത്ത് ദിസ് ഫെമിലിയർ എക്സ്പീരിയൻസ് ഇൻ എ ഫണ്ണി വേ ഇൻ ദിസ് എസ്സേ. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് വളരെ ഫണ്ണി ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ അവതരിപ്പിക്കുന്നത്. ഇൻ ദ സെക്കൻഡ് പാർട്ട് ദ എസ്സേ പുട്ട്സ് ഫോർവേഡ് clever and deceptive arguments in favor of laziness by citing various examples. അപ്പം ഇതിന് രാവിലെ നേരം വൈകി എണീക്കുന്നതാണ് സുഖം എന്ന് കാണിക്കാൻ വേണ്ടി പലതരത്തിലുള്ള എക്സാമ്പിളുകളും എസ്സേയുടെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. The arguments are related to shaving in cold mornings, then the sheer pleasure of late rising, and regarding health and longevity of life. അപ്പം ഇതിൽ പറയുന്ന അതിൽ ആർഗ്യുമെന്റ്സ് നടത്തുന്നത് ഈ ടോപ്പിക്സുകളെ കുറിച്ചാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഷേവ് ചെയ്യുന്നതിനെ കുറിച്ച്, പിന്നെ ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിനെ കുറിച്ച്, പിന്നെ നമ്മുടെ ഹെൽത്ത്, ദീർഘായുസിനെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു രാവിലെ നേരം വൈകി എഴുന്നേൽക്കുന്നതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ദെൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ ഓരോന്നിലേക്കും വരും കേട്ടോ. The change in temperature is unbearable and one gets up only due to compulsion. അപ്പോൾ ഈ കമ്പൽഷൻ എന്നുള്ള വാക്ക് ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക, ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പം ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മുറിയിൽ ഞാൻ പറഞ്ഞല്ലോ ബ്ലാങ്കറ്റ് ഒക്കെ മൂടി നമ്മൾ കിടക്കുന്നത് കൊണ്ട് മുറിയിൽ അല്പം ചൂടുണ്ടായിരിക്കും പുറത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ദെൻ അവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് നല്ല ഐസ് പോലെയുള്ള തണുപ്പാണ്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം നല്ലതല്ല, അത് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണെന്നാണ് പറയുന്നത്. ദെൻ ഹി കമ്പയർസ് ദിസ് ടോർച്ചർ ടു ഹാർപ്പി ഫുട്ടഡ് ഫെയറീസ് എങ്ങനെയും പറയാം നമുക്ക്. ഡ്രാഗിങ് ഔട്ട് ലോ സോൾസ് ഔട്ട് ഫ്രം ഫയർ ആൻഡ് ത്രസ്റ്റിംഗ് ദം ഇൻ ടു ഐസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഹാർപ്പി ഫുട്ടഡ് ഫെറീസിന്റെ കാര്യം. അവർ എന്താ പറയുക, ഫയറിൽ നിന്നും ഈ ഒരു ലോസ്റ്റ് സോൾസിനെ എടുത്ത് ഡ്രാഗ് ചെയ്ത് അവർ ഐസിലേക്ക് ഇടും. അതുപോലെയാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത്, ദെൻ he gives the reason behind this hellish torture and mentions that get upon cold mornings and giving up punishments given to mankind because of Adam and Eve's sins against God. നമ്മൾ അതും പറഞ്ഞതാണ്. ദൈവം കൊടുത്ത ശിക്ഷയുടെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇത് അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത്. Then Hunt sets himself as an example to show the ways to avoid early rising. അപ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുക്കുകയാണ് രാവിലെ എഴുന്നേൽക്കുന്നതിനെ കുറിച്ച്, എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉദാഹരണങ്ങൾ കൊടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ റൈറ്റർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കാതിരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഹി സ്റ്റാർട്ട്സ് ആൻ ഇൻക്വയറി അബൌട്ട് ദി കോൾഡ് വെദർ ഔട്ട്സൈഡ് ടു ഹിസ് സെർവൻറ്റ് ഹു ഹാസ് ദി ഇന്റൻഷൻ ടു വേക്ക് ഹിം അപ്പ്. അപ്പോൾ നമ്മുടെ റൈറ്ററിനെ രാവിലെ തന്നെ എഴുന്നേൽപ്പിക്കാനായിട്ട് സർവന്റ് വരും. അപ്പോൾ സർവന്റിൻ്റെ അടുത്ത് ആദ്യം ചോദിക്കും, പുറത്ത് തണുപ്പൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിയിട്ട് വന്നേ എന്ന് പറയും. അപ്പോൾ ആൾ നോക്കിയിട്ട് വരുന്നവരൊക്കെ എടുക്കാമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഹി കമാൻഡ്സ് ദി സെർവന്റ് ടു കീപ് റെഡി ഓൾ ദി ആർട്ടിക്കിൾസ് ആൻഡ് ഡ്രസ്സസ്. അപ്പോൾ പുറത്തെ ടെമ്പറേച്ചർ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സർവന്റ് വരുന്ന സമയത്ത് പറയും, അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കുക, അപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റോളാം എന്ന് പറയും. എന്നിട്ട് വീണ്ടും കുറച്ച് നേരം കൂടി കിടക്കും. ദെൻ ഹി ഓർഡേഴ്സ് ഹോട്ട് വാട്ടർ ഫോർ ഷേവിങ് ആൻഡ് ഫൈൻഡ്സ് an excuse on saying that the water is too hot. അതായത് പിന്നീട് പറയും, എന്നാൽ ഒരു കാര്യം ചെയ്യും, നീ എനിക്ക് ഷേവ് ചെയ്യാനായിട്ട് കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരാൻ പറയും. അങ്ങനെ ചൂടുവെള്ളം കൊണ്ടുവരുമ്പോൾ പറയും അത് ചൂടാറട്ടെ എന്ന് പറയും. അപ്പോൾ ഇതൊരു ഓരോ എക്സ്ക്യൂസസ് ആണ് കുറച്ചും കൂടി നേരം കെടുക്കാനുള്ളത് കേട്ടോ. അങ്ങനെ വെള്ളം ചൂടാറിക്കഴിഞ്ഞാൽ അറ്റ് ലാസ്റ്റ് ഹി ഹാഡ് നോ റീസൺസ് ടു എക്സ്ക്യൂസ്, സോ ഹി ഗോട്ട് അപ്പ് ആൻഡ് വാസ് റെഡി ടു ഷേവ്. അപ്പം ഇനി ആൾക്ക് എക്സ്ക്യൂസ് ഇല്ല പറയാൻ വേണ്ടിയിട്ട്, എന്തായാലും ഇനി ഷേവ് ചെയ്ത് ജോലിക്ക് പോകേണ്ട സമയമായി, അപ്പോൾ അതുകൊണ്ട് ആൾ എണീക്കുകയാണ് ചെയ്യുക. പക്ഷേ എണീക്കാതിരിക്കാൻ പല എക്സ്ക്യൂസസ് ആൾ മുന്നേ പറഞ്ഞിട്ടാണ് എണീക്കുന്നത്. അവസാനം നിവർത്തില്ലാതെ വരുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. ഹണ്ട് ടോക്സ് അബൌട്ട് ആക്റ്റീവ് പീപ്പിൾ മോട്ടിവേഷൻ ഫോർ ഏർലി റൈസിങ്. അപ്പോൾ എന്താ പറയുക, ചില ആളുകളുണ്ട് അവർക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അവരെ കുറിച്ച് ഇനി പറയുന്നത്, ഹി സേസ് ദാറ്റ് ബിസിനസ് മാൻ
മേ ഗെറ്റ് അപ്പ് ഏർലി ബിക്കോസ് ദേ ലവ് മണി മോർ ദാൻ കംഫർട്ട്. ഈ ബിസിനസ്മാൻമാരൊക്കെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട്, കാരണം അവർക്ക് മൂടി പൊതച്ച് കിടന്നുറങ്ങുന്ന കംഫർട്ടിനേക്കാളും ഇഷ്ടം പൈസ ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് അവരൊക്കെ നേരത്തെ എഴുന്നേൽക്കും എന്ന് പറയുന്നു. ദെൻ സം പീപ്പിൾ ഹു ആർ സ്ലീവ്സ് ടു ഡെയിലി റൂട്ടീൻസ് വുഡ് ഗെറ്റ് അപ്പ് ഏർലി ടു മെയിൻറ്റെയിൻ ദെയർ പ്രൈഡ്. ചില ആളുകളാണെങ്കിൽ ഈ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ചില നമ്മളെ അമ്മമാരൊക്കെ പറയുന്നത് കേൾക്കാം, കറക്റ്റ് 5 മണിയാകുമ്പോൾ കണ്ണ് തുറക്കും, അലാറം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, അത് ഇന്നും എഴുന്നേറ്റിട്ട്. അപ്പം നമുക്ക് ചിലർക്കായാലും ഇന്നും എഴുന്നേറ്റ് കറക്റ്റ് സമയമാകുമ്പോൾ നമ്മൾ കണ്ണ് തുറക്കും ഇല്ലേ. അപ്പം അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി, അതുകൊണ്ട് എഴുന്നേൽക്കുന്നവരുമുണ്ട്. ഹണ്ട് ഗിവ്സ് ഡിഫറെന്റ് ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് ലേസിനെസ്. അപ്പം ഈ ഒരു മടീനെ എന്താ പറയുക, കുറച്ചും കൂടി മാറ്റി പറയാൻ വേണ്ടിയിട്ട്, അതായത് ഇതൊരു മടിയല്ല ആക്ച്വലി എന്ന് പറയാൻ വേണ്ടി, ന്യായീകരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഹി ബിഗിൻസ് ബൈ ടെല്ലിങ് us about shaving. അപ്പോൾ ആദ്യം ഷേവിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഹി സേസ് ദാറ്റ് ഷേവിങ് ഇസ് എ വില്ലേനിയസ് കസ്റ്റം സിൻസ് ദ കോൾഡ് റേസർ ഈസ് എ കോൺട്രാസ്റ്റ് ടു വാംത്ത്. അപ്പോൾ അതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഷേവിങ്ങിനെ ഒരു വില്ലേനിയസ് കസ്റ്റമായിട്ടാണ് പറയുന്നത്. അതായത് ചില ബോയ്സിനൊക്കെ രാവിലെ എഴുന്നേറ്റ് താടി ഒക്കെ വടിച്ചിട്ടാണ് അവർ എന്താ പറയുക, താടിക്കൊന്ന് സെറ്റ് ചെയ്തിട്ടായിരിക്കും ജോലിക്ക് പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ കോളേജിൽ പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ ചിലർക്ക് ഡെയിലി ഷേവ് ചെയ്യേണ്ടി വരും. ഡെയിലി ഷേവ് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പറയാണ്, ഈ ഷേവ് ചെയ്യുന്ന പരിപാടിയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മുടെ റൈറ്റർ ഡെയിലി ഷേവ് ചെയ്യുന്ന ഒരാളായിരിക്കാം. അപ്പോൾ ഈ രാവിലെയൊക്കെ എഴുന്നേറ്റ് ഷേവ് ചെയ്യുന്ന കാര്യമാണ് ആളാണ് ഏറ്റവും വില്ലനായിട്ടുള്ള ആളില്ലെങ്കിൽ ഷേവ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നേരം കിടന്നുറങ്ങിയായിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ ഹി ഗിവ്സ് an example of Queen Linéar who divorced her husband King Louis of France because he had shaved his beard. So he states that a beard adds impressive looks to a man. അപ്പോൾ ഇവിടെ അത് ന്യായീകരിക്കാൻ വേണ്ടി ഒരു കഥ പറയാണ്. ഇവിടെ നമ്മുടെ ഫ്രാൻസിലെ കിങ് ആയിരുന്നു ലൂയിസ്. ഓക്കെ, ആ ഒരു ലൂയിസിന്റെ ഭാര്യ അല്ലെങ്കിൽ രാജപത്നിയായിരുന്നു, ക്യൂനായിരുന്നു ലീനിയർ എന്ന് പറയുന്നത്. അപ്പൊ ലീനിയർ തന്റെ കിങ് ആയിട്ടുള്ള ലൂയിസിനെ ഡിവോഴ്സ് ചെയ്തു എന്നാ പറയുന്നത്. എന്തിനാ ഡിവോഴ്സ് ചെയ്തേ? കിങ് പോയിട്ട് താടി വടിച്ചു, അത് നമ്മുടെ രാജ്ഞിക്ക് ഇഷ്ടമായില്ല, അപ്പൊ അതുകൊണ്ട് പോയി ഡിവോഴ്സ് ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ ശരിക്കും താടി വടിക്കേണ്ട ആവശ്യമുണ്ടോ? താടി ഇംപ്രസീവ് ലുക്കാണ് ആണുങ്ങൾക്ക് കൊടുക്കുന്നത്, വോയിസിന് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് താടി വടിക്കേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ നമുക്ക് താടി വടിക്കണ്ട, അപ്പൊ പിന്നെ നീ നേരത്തെ എണീക്കണ്ടല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നെക്സ്റ്റ് ഹി ടോക്സ് അബൌട്ട് ദ പ്ലഷർ ഓഫ് ലേറ്റ് റൈസിങ്. രാവിലെ നേരം വൈകി എണീക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഹി റിമാർക്സ് അബൌട്ട് ദി പോയിറ്റ് തോംസൺ ഹു അക്യൂസസ് എ മാൻ ഓഫ് ഗെറ്റിംഗ് അപ്പ് ലേറ്റ്. ഇപ്പോൾ ഒരു പോയിറ്റ്, തോംസൺ എന്ന് പറയുന്ന പോയിറ്റും ലേറ്റ് ആയിട്ട് എണീക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൈറ്റർ പറയാണ്, ഈ പറയുന്ന പോയിറ്റും ഉച്ചയായിട്ടാണ് എഴുന്നേൽക്കുന്നത്, അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആളുടെ മടി എന്നൊക്കെ പറയും. അപ്പം നമ്മൾ നേരം വൈകി എണീക്കുന്നത് നമുക്ക് അത്രയും സന്തോഷമുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. ഹണ്ട് ടോക്സ് അബൌട്ട് ഹെൽത്ത് ആൻഡ് ലോങ്വിറ്റി ഓഫ് ലൈഫ്. ഇനി പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും ദീർഘായുസിനെ കുറിച്ചുമാണ്. ഹി സേസ് ദാറ്റ് ദർ ആർ നോ പ്രൂഫ്സ് ദാറ്റ് ഏർലി റൈസിങ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് സോ ഫാർ. അപ്പോൾ നമ്മുടെ വീട്ടിലായാലും നമ്മൾ കുറച്ച് നേരം കൂടുതൽ കിടന്നുറങ്ങുന്ന സമയത്ത് പറയുന്നതാ, ഇങ്ങനെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും. നല്ല നേരത്തേക്ക് എണീറ്റ് ഈ സൂര്യൻ വരുന്നതൊക്കെ നമ്മൾ കാണണം, അപ്പോഴാണ് നമുക്ക് കുറച്ച് ഹെൽത്ത് കൂടുതൽ നന്നായിട്ടൊക്കെ ഉണ്ടാവുക. ദീർഘായുസ് ഉണ്ടാവണമെങ്കിൽ കുറച്ച് നേരത്തെയൊക്കെ എഴുന്നേറ്റ് ശീലിക്കണം. ഇങ്ങനെ കിടന്നുറങ്ങിയാൽ നമ്മൾ മടിയന്മാരാവുള്ളൂ, നമ്മൾ ടയേർഡ് ആവും, നമ്മുടെ ബോഡി പിന്നെ വേറെ ഒന്നിനും ഉഷാറുണ്ടാവില്ല. അപ്പം നേരത്തെ എഴുന്നേക്കണം എന്നൊക്കെ നമ്മുടെ വീട്ടിൽ അമ്മമാരും ഉമ്മമാരും വാപ്പമാരും അച്ഛന്മാരൊക്കെ പറയുന്നൊരു സംഭവമാണല്ലേ. അപ്പോൾ അതിന് മറുപടിയായിട്ട് നമ്മുടെ റൈറ്റർ ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ നേരത്തെ എഴുന്നേറ്റാൽ നമ്മുടെ ഹെൽത്ത് ഗുഡായിട്ട് ഇരിക്കും എന്നുള്ളതിന് ഒരു പ്രൂഫ് ഇവിടെ ഇല്ല അല്ലേ. ഇപ്പോൾ ചിലപ്പോൾ നന്നായിട്ട് എക്സസൈസും നേരത്തേക്ക് എഴുന്നേൽക്കുന്നവർക്കും ഇപ്പം അസുഖങ്ങളുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റാൽ അസുഖങ്ങൾ വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഹവർ ഈ സഡൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡ്യൂ ടു ഗെറ്റിംഗ് അപ്പ് ഫ്രം ബെഡ് മേ ബ്രിങ് ഷോക്ക് ടു ദി ബോഡി ആൻഡ് ദെർബൈ എഫക്ട് ഗുഡ് ഹെൽത്ത്. പകരം എന്താ സംഭവിക്കുന്നത്? ഹെൽത്ത് ഉണ്ടാവണേന് പകരം ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ റൂമിൽ കുറച്ച് ചൂടാണ്, നമ്മൾ ബ്ലാങ്കറ്റ് ഒക്കെ മൂടി പതിച്ചുകൊണ്ട് കിടക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സഡൻ ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ ചേഞ്ച് ആണ് നമ്മുടെ ബോഡിക്ക് അനുഭവിക്കേണ്ടി വരുന്നത് അല്ലേ. നമ്മൾ തണവിലേക്കാണ് പിന്നെ ഇറങ്ങുന്നത്. മഞ്ഞുകാലത്തൊക്കെ ആണെങ്കിൽ നല്ലൊരു ഐസ് പോലെയുള്ളൊരു ടെമ്പറേച്ചറിലോട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ മുറിയുടെ ഉള്ളിൽ ചൂടായിരുന്നു, കുറച്ചും കൂടി ഒന്ന് ചൂടുണ്ടായിരുന്നു, പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ലൊരു തണുപ്പ്. അത് വിത്തിൻ സെക്കൻഡ്സിലാണ് ആ ടെമ്പറേച്ചറിലുള്ള ചേഞ്ച് നമ്മുടെ ബോഡിക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതുമൂലം നമ്മുടെ ബോഡിക്ക്
എന്തുണ്ടാവുന്ന പറഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു തണുപ്പുള്ള പ്രഭാതങ്ങളിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് ഹെൽത്തിന് നല്ലതല്ല, പകരം പൊട്ടയാണ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സോ ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് ഗുഡ് ഹെൽത്ത് ഇറ്റ് മേ എഫക്ട് അവർ ഹെൽത്ത് അഡ്വേഴ്സ്ലി. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ല ഹെൽത്ത് ഉണ്ടാകും എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കാണാൻ സാധിക്കുന്നത്? നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് ടെമ്പറേച്ചർ വേരിയേഷൻ മൂലം നമ്മുടെ ഹെൽത്തിനെ അത് ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യുന്നതാണ്. ഫൈനലി ഹി ടോക്സ് അബൌട്ട് ലോങ്വിറ്റി ഓഫ് ലൈഫ്. ഇനി ദീർഘായുസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി സേസ് ദാറ്റ് ഈവൻ ഇഫ് ഏർലി റൈസിങ് ഇൻക്രീസിങ് ലോങ്വിറ്റി ഓഫ് ലൈഫ് ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ലോങ് തിങ്സ് ആർ ബ്യൂട്ടിഫുൾ. രാവിലെ നേരത്തെ എഴുന്നേറ്റാൽ മാത്രമാണോ നമുക്ക് കുറേയും കൂടി നാൾ ജീവിക്കാൻ പറ്റുക? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് മാത്രമല്ല, ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ദീർഘായുസ് വന്നു കഴിഞ്ഞാൽ അവിടെ അത് ബ്യൂട്ടിഫുൾ ആണ്, അവിടെ നമുക്ക് സന്തോഷം ഉണ്ടെന്നാണോ അതിനർത്ഥം? He gives an example that the longest street in London is Holborn. അതായത് നമ്മുടെ ലണ്ടനിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള സ്ട്രീറ്റ് ആണ് ഹോൾബോൺ എന്ന് പറയുന്നത്. അതിനർത്ഥം അത് ബ്യൂട്ടിഫുൾ ആണെന്നല്ല. അപ്പം ലോങ് ആയിട്ടുള്ള ഇരിക്കുന്നതെല്ലാം ബ്യൂട്ടിഫുൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം നമുക്കൊരു ലോങ് ലൈഫ് കിട്ടിയാലും അത് ബ്യൂട്ടിഫുൾ ആവണ്ടേ, പ്ലസന്റ് ആവണ്ടേ, മീൻസ് സന്തോഷമുള്ളതാവണ്ടേ. അപ്പം അങ്ങനെ ആവണമെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നേരം വൈകി എണീക്കുന്നതാണ് സന്തോഷമെങ്കിൽ നമ്മൾ അത് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആവും എന്നാ പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മുടെ റൈറ്റർ പറയുന്ന കാര്യമാണ്. ഇതൊക്കെ വീട്ടിൽ പറഞ്ഞാൽ ചില പടി കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ലൈക്ക് വൈസ് എ ഷോർട്ട് ലൈഫ് വിത്ത് ജോയ്സ് ഓഫ് ലേറ്റ് റൈസിംഗ് മേ ബി ബെറ്റർ ദാൻ ലോങ് ലൈഫ് വിത്ത് എ സഫറിങ് ഓഫ് ഏർലി റൈസിംഗ് ഇൻ കോൾഡ് വെതർ. അപ്പം നമ്മുടെ റൈറ്റർ പറയുന്നത് നമുക്ക് ദീർഘായുസ് വേണമെന്നൊന്നുമില്ല. ചെറിയൊരു ലൈഫാണെങ്കിലും അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. അല്ലാതെ ഈ രാവിലെ എഴുന്നേൽക്കുന്ന സഫറിംഗ് ഒക്കെ അനുഭവിച്ചുകൊണ്ട് വലിയൊരു ലോങ് ലൈഫ് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇൻ കൺക്ലൂഷൻ, ഹണ്ട് ബ്രിങ്സ് ഔട്ട് ദി പ്ലഷർ ഇൻ ദ ലേറ്റ് റൈസിംഗ് on a cold morning. He has not moved the arguments to absurdity nor advice to raise light. അപ്പം ഇത് ആക്ച്വലി നമ്മളെ നേരം വൈകി എണീക്കാനുള്ള ഒരു അഡ്വൈസ് ആയിട്ടല്ല അദ്ദേഹം പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഇനിയിപ്പോൾ മിസ്സ് പറയുന്നുണ്ട്, ക്രിസ്റ്റോക്സിലെ മിസ്സ് പറയുന്നുണ്ട് നേരം വൈകി എണീറ്റാൽ മതി, അങ്ങനെയൊന്നും പറയരുത്. നമുക്കിത് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. റൈറ്ററിന്റെ വ്യൂ പോയിന്റ് പറയുന്നു. ഹി ജസ്റ്റ് ടെൽ us about the pleasure in late rising. അദ്ദേഹം പറയുന്നത് നേരം വൈകി എഴുന്നേൽക്കുന്നതിന്റെ ഒരു പ്ലഷർ, ആ ഒരു ആനന്ദത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇറ്റ് ഈസ് അപ് ടു us to take his suggestion or reject it. അതായത് ആ ഒരു അദ്ദേഹം പറയുന്ന സജഷൻ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കോളേജും ജോലിയും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തണുപ്പായാലും ചൂടായാലും നമ്മൾ നേരത്തെ എണീക്കേണ്ടി വരുന്നു. നമുക്ക് മുടക്കുള്ള ഒരു ദിവസമാണെങ്കിൽ ഓഫ്കോഴ്സ് നമ്മൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് അല്ലേ. അപ്പം അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു എസ്സേയിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തെ ചോദ്യമാണ്, ഹു ഈസ് ദ ഇറ്റാലിയൻ ഓതർ മെൻഷൻഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ എസ്സേ ഗെറ്റിംഗ് അപ്പോൺ ദി കോൾഡ് മോർണിംഗ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ ഒരു എസ്സേയിൽ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞതിൽ അത് ആഡ് ചെയ്തിട്ടില്ല, ഓൾറെഡി ക്വസ്റ്റ്യനിൽ വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറയാഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ ഒരു എസ്സേയിൽ ഒരു ഇറ്റാലിക് ഓതറിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇറ്റാലിയൻ ഓതറിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൾ എന്താ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ദ ഇറ്റാലിയൻ ഓതർ മെൻഷൻഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ എസ്സേ ഗെറ്റിംഗ് അപ്പോൺ കോൾഡ് മോർണിംഗ് ഈസ് ജൂലിയോ കൊഡാര എന്ന് പറയുന്ന ഒരു ഓതറിനെ കുറിച്ചാണ്, ഇറ്റാലിയൻ ഓതറിനെ കുറിച്ച് നമ്മുടെ എസ്സേയുടെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട്. ആളൊരു ജ്യൂസിറ്റ് പ്രീസ്റ്റ് ഒക്കെയാണ്. ഹി ഹാസ് റിട്ടൺ എ പോയം അബൌട്ട് ഇൻസെക്ട്സിനെ കുറിച്ച് ആളൊരു കവിതയൊക്കെ എഴുതിയിട്ടുണ്ട്. ഹി സേസ് ദാറ്റ് ട്രബിൾസം ആൻഡ് abominable creature were created for our annoyance and they were not the inhabitants of paradise. അപ്പോൾ പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രബിൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത് ഈ പറഞ്ഞ ക്രീച്ചേഴ്സ് ആണ്. നമ്മൾ സമാധാനം നശിപ്പിക്കുന്നത് ഈ പറഞ്ഞ കുഞ്ഞ് ഇൻസെക്ട്സ് ആണ്. അതിൽ ഈച്ചയും കൊതുകും ഒക്കെ പെടും. അപ്പോൾ ഇൻസെക്ട്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ മേ ബി അത് നമ്മുടെ ഉറക്കത്തെ നശിപ്പിക്കുന്നതായിട്ട് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവരെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓതറിന്റെ പേരും കാര്യങ്ങളും ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇൻസെക്ട്സിനെ കുറിച്ചുള്ള കവിതയാണ് ആൾ എഴുതിയിരുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ ട്രബിൾസം ആയിട്ടുള്ള ക്രീച്ചർ ഇൻസെക്ട്സ് ആണെന്നാണ് ആ ഒരു ഓതർ പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡസ് ലേ ഹണ്ട് സേ അബൌട്ട് ആദം ആൻഡ് ഈവ്? ആദത്തെക്കുറിച്ചും ഹവ്വനെ കുറിച്ചും പറയുന്ന കാര്യങ്ങൾ എന്താണ്? Leigh Hunt says that getting up on cold morning and shaving are punishments given to mankind because of Adam and Eve's sin against God. അതായത് ദൈവത്തിൻ്റെ അടുത്ത് ആ ഒരു പാപം ചെയ്തത് കൊണ്ട് ആദത്തിനും ഹവ്വയ്ക്കും കിട്ടിയൊരു ശിക്ഷയുടെ ഫലമായിട്ടാണ് നമ്മൾ രാവിലെ തണുപ്പുള്ള പ്രഭാതങ്ങളിൽ എഴുന്നേൽക്കുന്നതും ഷേവ് ചെയ്യേണ്ടി വരുന്നതൊക്കെ നമുക്ക് ആക്ച്വലി കിട്ടുന്ന ഒരു പണിഷ്മെന്റ് പോലെയാണ്. അവർ കാരണം നമുക്ക് കിട്ടിയ പണിഷ്മെന്റ് പോലെയാണ് എന്നാണ് പറയുന്നത് കേട്ടോ.
ദെൻ അവരുടെ ഒരു സ്റ്റോറി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആദം ആൻഡ് ഈവ് ഹാഡ് ഡിസൊബേഡ് ഗോഡ്, ദൈവത്തെ നിരസിച്ചു, അവർ ആ ഒരു ഫ്രൂട്ട് കഴിച്ചു അല്ലെ. അപ്പൊ അവരെ പണിഷ് ചെയ്തു, ദൈവം പണിഷ് ചെയ്തു വിത്ത് ദിസ് ഹെല്ലിഷ് ടോർച്ചർ ഓഫ് ഗെറ്റിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ഓൺ കോൾഡ് ഡേയ്സ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ രാവിലെ ഈ ഒരു ഹെല്ലിഷ് ടോർച്ചർ, ആ ഒരു വേർഡ് നല്ലതാണ്, അതൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പൊ ഈ ഒരു നരകതുല്യമായിട്ടുള്ള യാതന ഏറ്റുവാങ്ങി രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരുന്നത് അതുകൊണ്ടൊക്കെയാണെന്നാണ് പറയുന്നത്. ദെൻ എക്സ്പ്ലെയിൻ ഹാർപ്പി ഫൂട്ടഡ് ഫറീസ്. ഫറീസ് എന്നും പറയും, ഫെയറീസ് എന്നും പറയുന്നുണ്ട്. ഹാർപ്പി ഫൂട്ടഡ് ഫറീസ് ആർ ക്രൂവൽ അഗ്ലി ബീസ്റ്റ്. ഓക്കെ, നമ്മളിങ്ങനെ പറയില്ലേ, ഒരു ചെകുത്താൻ എന്നൊക്കെ പറയുന്ന രീതിക്കുള്ള ഒരു ഇതാണ്, ഫ്രെയിമാണ്. അക്കോർഡിംഗ് ടു ദി ബിലീഫ് ഓഫ് സം പീപ്പിൾ, ദി കേഴ്സ്ഡ് പീപ്പിൾ, അതായത് പാപം ചെയ്ത മനുഷ്യന്മാരെ അവരുടെ ദുരാത്മാക്കളായിട്ട് അവർ മാറുകയും അവരെ നരകത്തിലേക്ക് എറിയുകയും ചെയ്യുന്നു, നരകത്തിലെ എന്തിലേക്ക്, തീയിലേക്ക് എറിയുകയും ചെയ്യുന്നു. അപ്പൊ അവിടെ നിന്ന് ഈ പറഞ്ഞ ഹാർപ്പി ഫൂട്ടഡ് ഫെയറീസ് അവരുടെ സോളിനെ എടുത്തുകൊണ്ട് ഒരു പണിഷ്മെന്റ് എന്നുള്ള രീതിക്ക് അവരെന്ത് ചെയ്യുന്നു, കേഴ്സ്ഡ് സോൾസിനെ ഈ ഒരു തണുപ്പിലേക്ക്, ഐസിലേക്ക് വലിച്ചെറിയുന്നു. അപ്പൊ അതുപോലെയാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് എന്നാ പറയുന്നത്. 4ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദി അൺനെസസറി വില്ലേനിയസ് കസ്റ്റം ഓൺ കോൾഡ് മോർണിംഗ്. കോൾഡ് മോർണിംഗിൽ നമുക്കൊരു വില്ലനായിട്ട് തോന്നുന്ന ഒരു തരത്തിലുള്ള ഒരു ശീലം എന്താണെന്നാ പറയുന്നത്, ഷേവിംഗ് ആണ് അല്ലെ. Then why does Hunt say that getting up early on cold morning is hellish torture? രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് നരകതുല്യമായിട്ടുള്ളൊരു യാതനയാണ് എന്ന് നമ്മുടെ റൈറ്റർ പറയാനുള്ള കാരണം എന്താണ്? Hunt says that getting up early on cold morning is hellish torture because from the warm and cozy bed you have to step into the cold. നമ്മൾ ചൂടുള്ള ആ ഒരു കിടക്കയിൽ നിന്നും നമ്മൾ തണുപ്പിലേക്കാണ് ഇറങ്ങുന്നത്. The difference in the temperature as you come out of the bed is unbearable. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ആ ഒരു മാറ്റം. It is very much like the harpy-legged furries taking out the cursed souls from the fire of hell and throwing them onto the ice. അപ്പോൾ നമ്മുടെ ആ ഒരു ഹാർപ്പി ഫൂട്ടഡ് ഫെയറീസ് എങ്ങനെയാണോ ആ ഒരു നരകത്തിലെ തീയിൽ നിന്നും ദുരാത്മാക്കളെ എടുത്ത് കേഴ്സ്ഡ് സോൾസിനെടുത്ത് കോൾഡിലേക്ക്, ഐസിലേക്ക് എറിയുന്നത്, അതുപോലെയാണ് ഈ രാവിലെ എഴുന്നേൽക്കുന്ന പരിപാടി. അതുകൊണ്ടാണ് ഇതിന് ഹെല്ലിഷ് ടോർച്ചർ, നരകതുല്യമായിട്ടുള്ള യാതന എന്ന് പറയുന്നത്. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. രാവിലെ എഴുന്നേറ്റ് ഷേവ് ചെയ്യുന്നത് ഒരു എന്താ പറയുക, അതും അവ്യം ചെയ്തിട്ടുള്ള ഒരു പാപത്തിന്റെ ഫലമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു പണിഷ്മെന്റ് ആയിട്ട് പറയുന്നു. പിന്നെ ഈ ഒരു ഹാർപ്പി ഫൂട്ടഡ് ഫെയറീസിന്റെ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഹാർപ്പി ഫൂട്ടഡ് ഫെറീസിന്റെ കാര്യം, പിന്നെ കമ്പൽഷൻ എന്ന് പറയുന്ന ഒരു വേർഡ്, ഹെല്ലിഷ് ടോർച്ചർ എന്ന് പറയുന്ന വേർഡ്, ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാ ചാപ്റ്റേഴ്സിലും നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഉള്ളിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട്. അതുകൊണ്ട് പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.